പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. അതാ വരുന്നു മുഖത്ത് അതിതേജസ്സുള്ള ഒരു വൃദ്ധ. കൂനിക്കൂനി വടിയും കുത്തി നടന്നു വരുന്നു. അവർ വരരുചിയുടെ സമീപം വന്നു നിന്നു. ഈ സന്ധ്യാനേരത്ത് കണ്ണ് കാണാമോ മകനെ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് രാമായണമാണ് മുത്തശ്ശി. വരികളെല്ലാം മനസ്സിലുണ്ട്. എങ്കിലും ഓലകളൊന്ന് മറിച്ചു നോക്കിയെന്ന് മാത്രം, വരരുചി പറഞ്ഞു. ചോദിക്കട്ടെ? മോൻ്റെ ശബ്ദവും മുഖവും വല്ലാതിരിക്കുന്നുവല്ലോ. എന്തു പറ്റി? വൃദ്ധ ചോദിച്ചു. വരരുചി എല്ലാം തുറന്നു പറഞ്ഞു. ഒരു പക്ഷേ ഈ മുത്തശ്ശിയിൽ നിന്നായിരിക്കും തനിക്ക് വേണ്ടത് ലഭിക്കാൻ പോകുന്നത്. വൃദ്ധ തെല്ലുനേരം ആലോചിച്ചു നിന്നു. ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇവിടെ നിന്ന് കിഴക്കോട്ട് കുറച്ചു ദൂരം നടക്കൂ. ഒരാൽത്തറയും സമീപത്ത് ഒരു ദേവീക്ഷേത്രവും കാണാം. സന്നിധിയിൽ നമസ്കരിക്കൂ. ആൽത്തറയിൽ ചെന്നിരുന്ന് വനദേവതകളെ സ്മരിക്കൂ. കാര്യം ശുഭമായി കലാശിക്കും. സംശയിക്കേണ്ട, ഉടൻ പുറപ്പെട്ടോളൂ, വൃദ്ധ പറഞ്ഞു. വരരുചി എഴുന്നേറ്റു. വൃദ്ധയെ വണങ്ങി. ക്ഷേത്രസന്നിധിയിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. എങ്കിലും നട അടച്ചിരുന്നില്ല. ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചു, അമ്മേ പ്രസാദിക്കണേ. നമസ്കരിച്ചു. ആൽത്തറയിൽ വന്നിരുന്നു. നേരം രാത്രിയായി. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. തണുത്ത കാറ്റ് വീശി. ഉറക്കം വരുന്നില്ല. ഉറങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ഇന്നെങ്കിലും ഒന്ന് ശരിക്കുറങ്ങാൻ കഴിഞ്ഞെങ്കിൽ. രാമായണത്തിലെ പ്രധാന ശ്ലോകം, പ്രധാന വാക്യം. വനദേവതകളെ സ്മരിച്ചു. ആൽത്തറയിൽ നീണ്ടു നിവർന്നു കിടന്നു. നേരം അർദ്ധരാത്രിയായി. വരരുചി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അതാ കേൾക്കുന്നു, ആലിൻ്റെ മുകളിൽ നിന്നും ഒരു സംഭാഷണം. കിളികൾ തമ്മിലാണ് സംസാരം. കിളികളുടെ ഭാഷ അറിയാമായിരുന്ന വരരുചി കാതോർത്ത് കിടന്നു. ആകെ 3 കിളികളെ ഉണ്ടായിരുന്നുള്ളൂ. വനദേവതകൾ ആൽമരത്തിൽ കിളികളുടെ രൂപം ധരിച്ചു വന്നിരിക്കുകയാണെന്ന് വരരുചിക്ക് മനസ്സിലായി. പെട്ടെന്ന് പുതുതായി ഒരു കിളി കൂടി എത്തി. ആ കിളി പറഞ്ഞു, ഇന്നിവിടെ അടുത്ത് ഒരു പ്രസവം നടക്കുന്നുണ്ട്. ഞാനത് കാണാൻ പോവുകയാണ്. വേണമെങ്കിൽ നിങ്ങളും വന്നോളിൻ. രണ്ടാം കിളി പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, നീ പൊയ്ക്കോളൂ. പ്രസവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ എല്ലാ വിവരവും വിസ്തരിച്ച് ഞങ്ങളോട് പറയണം. നിങ്ങൾ 3 പേരും ഈ ആലിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് എന്തിനാണ്? കിളി ചോദിച്ചു. അതിവിശിഷ്ടനായ ഒരു ബ്രാഹ്മണ യുവാവാണ് താഴെ കിടന്നുറങ്ങുന്നത്. ഞങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം കിടന്നത്. അദ്ദേഹത്തെ കാത്തു രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ധർമ്മമാണ്. ഒന്നാം കിളി പറഞ്ഞു. എങ്കിൽ നിങ്ങളിവിടെ ഇരിക്കിൻ. തിരിച്ചു വരുമ്പോൾ ഞാനെല്ലാം അറിയിക്കാം. സമയം ഇഴഞ്ഞു നീങ്ങി. പോയ കിളി തിരിച്ചു വന്നു. വിശേഷങ്ങളെല്ലാം പറയൂ. പ്രസവം കഴിഞ്ഞു. പെൺകുട്ടിയാണ്. ഒരു പറയൻ്റെ കുടിലിലാണ് പ്രസവം. മടങ്ങി വന്ന കിളി പറഞ്ഞു. അവളെ വിവാഹം കഴിക്കുന്നത് ആരായിരിക്കും? മൂന്നാം കിളി ചോദിച്ചു. ഈ ആൽത്തറയിൽ കിടന്നിറങ്ങുന്ന വരരുചിയാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. പാവം വരരുചിക്ക് മാം വിദ്ധി എന്നറിയില്ല. ഞാൻ പോട്ടെ, ബാക്കിയെല്ലാം നാളെ ഞാൻ വിസ്തരിച്ച് പറയാം. കിളി പറന്നുപോയി. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.